മുസ്ലിം പ്രീണനം നടത്തിയതുകൊണ്ടാണ് LDFന്റെ വോട്ട് പോയത്. അതേസമയം വെള്ളാപ്പള്ളി പറയുന്നത് ഈഴവ പ്രകടനത്തെക്കുറിച്ചാണെങ്കിൽ അതിൽ വാലിഡ് പോയിന്റ് ഉണ്ട്. പക്ഷെ അത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് കൊണ്ടല്ല ഈഴവർക്ക് നഷ്ടപ്പെടുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെയും സവിശേഷമായി മുന്നണികൾ പരിഗണിക്കുന്നു. ഇങ്ങനെ ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോഴേക്ക് മുന്നാക്ക ക്രൈസ്തവരും സവർണ ഹിന്ദുക്കളും മാത്രമാണ് ഈ പ്രാതിനിധ്യം നേടിയെടുക്കുന്നത് എന്ന് മനസ്സിലാകും. മുസ്ലിങ്ങളെ കുറിച്ച അമ്പരപ്പിക്കുന്ന കള്ളങ്ങളാണ് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വഴിയൊരുക്കുന്ന തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു കാര്യം പറഞ്ഞത്. എന്താണ് ഈ നുണകളുടെ രാഷ്ട്രീയം? ഇപ്പോഴത്തെ രാജ്യസഭാ സീറ്റിന് വേറൊരു കാര്യമുണ്ട്. അത് പൊളിറ്റിക്കലി സെറ്റിൽമെൻ്റ് ആണ് ഇപ്പോഴത്തെ രാജ്യസഭ. ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തിയതുകൊണ്ടാണ് LDFന്റെ വോട്ട് പോയത് എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തുന്നു. അദ്ദേഹം ആ പ്രസ്താവനയെ സ്ഥാപിച്ചുകൊണ്ട് കേരള കൗമുദിയിൽ ഒരു ലേഖനവും പ്രസിദ്ധീകരിക്കുന്നു. പിന്നീട് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയത്തിലും രാജ്യസഭയിലെ MP-മാരായി ആളുകൾ വന്നതിന് ശേഷവും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിങ്ങളെ സവിശേഷമായി മുന്നണികൾ പരിഗണിക്കുന്നു, ക്രിസ്ത്യാനികളെയും പരിഗണിക്കുന്നു എന്ന രീതിയിലാണ്. ഇതോടനുബന്ധിച്ച് മുസ്ലിം പ്രീണനം എന്ന വിഷയത്തിൽ കേരളത്തിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നു. ഈ ചർച്ചകളുടെ കൂടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും ഒഴുകിപ്പരക്കുന്നത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട നുണകളുടെ ഒരു മഹാപ്രളയമാണ്. മുസ്ലിങ്ങൾ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലും ഭരണ ഉദ്യോഗ പ്രാതിനിധ്യത്തിലും ജനസംഖ്യാനുപാതികമായി വളരെ പിറകിലാണ് എന്നിരിക്കെ മുസ്ലിങ്ങളെ കുറിച്ച അമ്പരപ്പിക്കുന്ന കള്ളങ്ങളാണ് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ നുണകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം? എന്താണ് ഈ നുണകളുടെ രാഷ്ട്രീയം? ഈ നുണകൾ നിർമ്മിച്ചെടുക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളത്തിൽ BJPക്ക് കൺസിസ്റ്റന്റായി വോട്ട് കൂടുന്നു എന്ന് തെളിയിച്ചിരിക്കെ വ്യത്യസ്ത സമുദായങ്ങൾ, മുന്നാക്ക പിന്നാക്ക സമുദായങ്ങൾ വോട്ട് ബാങ്ക് BJPക്ക് നൽകുന്നു എന്ന് ഫലം തെളിയിക്കുന്ന സന്ദർഭത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഈ പ്രസ്താവന അനേകം രാഷ്ട്രീയ സൂചനകളുള്ളതാണ്. ഈ നുണകളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങളും അതിൻ്റെ വസ്തുതകളും വെളിച്ചത്ത് കൊണ്ടുവരികയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മോടൊപ്പം ചേരുന്നത് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പ്രമുഖ എഴുത്തുകാരനും ചിന്തകനുമായിട്ടുള്ള സജീദ് ഖാലിദ് സാഹിബാണ്. സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള അവലോകനങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം കേരളത്തിൽ വലിയൊരു വിവാദം ആയി. അത് മുസ്ലിം പ്രീണനം നടത്തിയത് കൊണ്ടാണ് CPMന് ഈ വോട്ട് പോയത്, ഈഴവ വോട്ട് പോയത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. അതിനുമായി ബന്ധപ്പെട്ട് നിരവധിയായ ചർച്ചകളുണ്ടായി. പ്രത്യേകിച്ച് ഈ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവും അതിൻ്റെ മത്സരവും കൂടി അദ്ദേഹം വീണ്ടും ഈ മുസ്ലിം ക്രൈസ്തവർക്ക് കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാദം ആവർത്തിക്കട്ടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മുസ്ലിം പ്രീണനം എന്നിട്ടുള്ള ഒരു വിഷയം വീണ്ടും ചർച്ചയിലേക്ക് വരികയും അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചർച്ചകളിൽ പ്രധാനമായും ഉള്ള ഒരു പ്രശ്നം ഇതിൽ ഭീകരമായ അർത്ഥത്തിൽ നുണകൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത നിരവധി നുണകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൻ്റെ ഓരോ നുണകളെയും നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു സത്യാവസ്ഥയെ പരിശോധിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഇത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് രാജ്യസഭാ സീറ്റിൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്താണ് മുസ്ലിങ്ങളുടെ കേരളത്തിലെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ളൊരു ഭീതി പ്രചരിപ്പിക്കുന്നതിൻ്റെ വസ്തുതകൾ എന്താണ്? അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അതിൽ ഒന്ന്, ഇപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കേരളത്തിൽ വേറൊരു സാമൂഹ്യ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യത ആണ് പ്രത്യേകിച്ച് BJP നോക്കിക്കാണുന്നത്. അപ്പോൾ അതിന് വഴിയൊരുക്കുന്ന തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു കാര്യം പറഞ്ഞത്, മുസ്ലിം പ്രീണനമെന്ന് പറഞ്ഞത്. അതിൽ രാജ്യസഭാ സീറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞത്.
യഥാർത്ഥത്തിൽ ഈ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യം തന്നെ ആദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം. രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് 3 പേര് വീതം 6 വർഷമുള്ള പിന്നെ 3 ടേണുകൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് വർഷത്തെ ടേണുകളിൽ 3 പേര് വീതം എന്നതാണ്. ഓരോ ടേണിൽ വരുന്ന ആളുകൾക്ക് 6 വർഷം എന്നതാണ് കാലാവധി. അപ്പോൾ ഇപ്പോൾ നിലവിൽ രാജ്യസഭാ പ്രാതിനിധ്യം പരിശോധിച്ച് നോക്കിയാൽ 9 ആളുകളാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകുന്ന ആളുകൾ, തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ. ആ 9 ആളുകളിൽ 5 പേർ ഇപ്പോൾ മുസ്ലിങ്ങളാണ്. അതിൽ ഒരാൾ പിന്നെ കോൺഗ്രസ് പ്രതിനിധിയാണ്, 2 പേർ മുസ്ലിം ലീഗ് പ്രതിനിധികളാണ്, ഒരാൾ CPM പ്രതിനിധിയും ഒരാൾ CPI പ്രതിനിധിയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് പിന്നെ രാജ്യസഭയിൽ മുസ്ലിങ്ങൾക്കാണ് പ്രാതിനിധ്യമെന്ന് നോക്കിയാൽ നമ്മൾ ഇന്ന് വരെയുള്ള രാജ്യസഭാ പ്രാതിനിധ്യം പരിശോധിക്കണമല്ലോ. ഇത് ടേൺ വെച്ചുള്ളൊരു കാര്യമായതുകൊണ്ട് ഇന്ന് വരെയുള്ള രാജ്യസഭാ പ്രാതിനിധ്യം പരിശോധിച്ചാൽ കേരളത്തിൽ നിന്ന് 95 പേരാണ് രാജ്യസഭയിലേക്ക് പോയിട്ടുള്ളത്. ഇതിൽ മുസ്ലിങ്ങൾ 17 പേരാണ്, 17 പേര്. അതിൽ തന്നെ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ഉള്ളത് കൊണ്ടാണ് ഈ 17 ആളുകളുണ്ടായത്. അതിൽ 7 പേർ മുസ്ലിം ലീഗ് പ്രതിനിധികളാണ്. CPM നിന്ന് 25 ആളുകൾ രാജ്യസഭ പ്രതിനിധികളായിട്ടുണ്ട്. അതിൽ 3 ആളുകൾ മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്. CPI നിന്ന് പിന്നെ 10 പേർ പ്രതിനിധികളായിട്ടുണ്ട്. അതിൽ 2 പേരാണ് മുസ്ലിങ്ങൾ, KE ഇസ്മായിലും ഇപ്പോൾ പോയ PP സുനീറുമാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്ന് 5 ആളുകളാണ് 25 പേരിൽ പ്രതിനിധികളായിട്ടുള്ളത്. ഇത് തന്നെ നമ്മൾ പരിശോധിച്ചാൽ കൂടുതൽ ടേണുകൾ കിട്ടിയിട്ടുള്ള ആളുകളുണ്ട് ചില രാജ്യസഭയിലൊക്കെ. അതിൽ മുസ്ലിങ്ങൾക്ക് ഒന്നിലധികം ടേൺ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ തലേക്കുന്നിൽ ബഷീർ എന്ന കോൺഗ്രസ് പ്രതിനിധിക്ക് 2 ടേൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം ലീഗ് പ്രതിനിധികളാണ് ഒന്നിലധികം ടേണിൽ വന്നിട്ടുള്ള ആളുകളുള്ളത്. ബാക്കി ഇപ്പോൾ AK ആൻ്റണി 5 തവണ രാജ്യസഭാംഗമായിട്ടുണ്ട്, PJ കുര്യൻ 3 തവണ ആയിട്ടുണ്ട്, MM ജേക്കബ് 3 തവണ ആയിട്ടുണ്ട്, തെന്നല ബാലകൃഷ്ണപിള്ള 3 തവണ ആയിട്ടുണ്ട്, MA ബേബി 3 തവണ ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അധികം പിന്നെ ടേണുകൾ കിട്ടിയിട്ടുള്ളതും കൂടുതൽ രാജ്യസഭാ പ്രാതിനിധ്യം വന്നിട്ടുള്ളതും മുസ്ലിങ്ങളുടെ ജനസംഖ്യയെ കമ്പയർ ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ വളരെ താഴെയാണ്. അത് മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് ഈ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത്. അതേസമയം വെള്ളാപ്പള്ളി പറയുന്നത് ഈഴവ പ്രാതിനിധ്യത്തെക്കുറിച്ചാണെങ്കിൽ അതിലൊരു പിന്നെ പോയിന്റ് ഉണ്ട്, വാലിഡ് പോയിന്റ് ഉണ്ട്. പക്ഷെ അത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് കൊണ്ടല്ല ഈഴവർക്ക് നഷ്ടപ്പെടുന്നത്. ഈഴവരുടെ ടേൺ പരിശോധിച്ചാലും മുസ്ലിങ്ങളോട് സമാനമായി 15 പേരേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. കാരണം ഈഴവരുടെ ജനസംഖ്യ അനുസരിച്ച് അത് കിട്ടിയാൽ പോരാ, മുസ്ലിങ്ങളുടെ ജനസംഖ്യ അനുസരിച്ചും ഇത് കിട്ടിയാൽ പോരാ, ഈഴവരുടെ ജനസംഖ്യ അനുസരിച്ച് ഇത് കിട്ടിയാൽ പോരാ. അതാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി പൊളിറ്റിക്കലി നോക്കേണ്ടത്. ഇനി പൊളിറ്റിക്കലി രാജ്യസഭ അല്ലാത്ത മറ്റ് പൊളിറ്റിക്കൽ പ്രാതിനിധ്യത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ലോക്സഭയിൽ 20 ആളുകൾ കേരളത്തിൽ നിന്ന് പോയതിൽ ഈഴവർ 2 പേരേ ഉള്ളൂ, മുസ്ലിങ്ങൾ 3 പേരേ ഉള്ളൂ. ഈ 2 കമ്മ്യൂണിറ്റിക്കും ഈ പ്രാതിനിധ്യം കിട്ടിയാൽ പോരാ. എന്ന് മാത്രമല്ല നായർ കമ്മ്യൂണിറ്റിക്ക് പിന്നെ 7, ഒരു സവർണ നായറിന് മുകളിലുള്ള ബ്രാഹ്മണൻ രാഹുൽ ഗാന്ധിയാണ് ഉണ്ട്. മുന്നോക്ക ക്രൈസ്തവർക്ക് 4 പ്രാതിനിധ്യം കിട്ടുന്നു. ഇങ്ങനെ ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോഴേക്ക് മുന്നാക്ക ക്രൈസ്തവരും സവർണ ഹിന്ദുക്കളും മാത്രമാണ് ഈ പ്രാതിനിധ്യം നേടിയെടുക്കുന്നത് എന്ന് മനസ്സിലാകും. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിക്ക് കമ്മ്യൂണിറ്റിയാണ് താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ആണ് താല്പര്യമെങ്കിൽ, മുസ്ലിം പ്രീണനം അല്ല പറയേണ്ടത്. അത് പറയേണ്ടത് പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നമാണ് ഉയർത്തേണ്ടത്. അത് സവർണരാണ് അനർഹമായത് കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. സവർണ ക്രൈസ്തവരും സവർണ ഹിന്ദുക്കളുമാണ് കൂടുതൽ സ്ഥാനങ്ങൾ കൈയടക്കി. മന്ത്രിസഭയിലും ഇതേ പ്രശ്നം. അതെ, മന്ത്രിസഭയിൽ 9 നായർ പ്രാതിനിധ്യമാണ്, 45% പ്രാതിനിധ്യം നായർ പ്രാതിനിധ്യമാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നത് പ്രശ്നമാണ്. മുസ്ലിം പ്രാതിനിധ്യം 2 ഉള്ളൂ. ഈഴവ പ്രാതിനിധ്യം 5 പേരുള്ളത്. CPM ആണ് ഈഴവരുടെ ഏറ്റവും വലിയ പങ്ക് ഉള്ള പാർട്ടി ജനസംഖ്യ അനുസരിച്ച് പരിശോധിച്ചാൽ. പക്ഷേ CPM-ൽ നിന്ന് മുഖ്യമന്ത്രി ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഘടകകക്ഷികളുടെ മന്ത്രിമാരാണ് ഈഴവർ. ഇപ്പോൾ അത് NCP-യുടെ മന്ത്രിയായാലും ജനതാദളിൻ്റെ മന്ത്രിയായാലും CPI-യുടെ ഒരു മന്ത്രിയുണ്ട്. ഇങ്ങനെയാണ് 3 ആളുകൾ ഈഴവ പ്രാതിനിധ്യം വന്നത്. CPM പ്രാതിനിധ്യം കൊടുക്കുന്നത് നായന്മാർക്കാണ്, നായർ പ്രാതിനിധ്യമാണ് CPM കൂടുതൽ കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. അതായത് ഇപ്പൊ നിലവിലെ രാജ്യസഭയിലുള്ള സീറ്റുകൾ മാത്രം എടുത്ത് പരിശോധിക്കുന്നത് വസ്തുതകളുമായി നമുക്ക് കാണാൻ കഴിയില്ല. ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യ പ്രശ്നം അത് മുസ്ലിം സമുദായവും സമാനമായ പ്രതിസന്ധി നേരിടുന്നതിലേക്കല്ല അത് നോക്കേണ്ടത്, മറ്റ് പ്രതിസന്ധികളിൽ. അതെ. മാത്രമല്ല ഇപ്പോഴത്തെ രാജ്യസഭാ സീറ്റിന് വേറൊരു കാര്യമുണ്ട്. അത് പൊളിറ്റിക്കലി സെറ്റിൽമെന്റ് ആണ്. ഇപ്പോഴത്തെ രാജ്യസഭയിലേക്ക് പോകാൻ യോഗ്യതയുള്ള ആളുകളാണോ എന്നൊന്നും അല്ല പരിശോധിക്കുന്നത്. പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് ആണ്. ഒന്ന് CPIക്ക് അവർക്ക് സീറ്റ്
വേണമായിരുന്നു. അവരുടെ സംസ്ഥാന സെക്രട്ടറി ഒഴിയുന്ന സീറ്റാണ്. അത് അവർക്ക് ഒരു അഭിമാന പ്രശ്നമാണ്. രണ്ടാമത് കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിർത്താൻ വേണ്ടി കൊടുത്ത സീറ്റാണത്. അതെ അതെ. UDF നിന്ന് കേരള കോൺഗ്രസിന് കിട്ടിയ സീറ്റാണ് യഥാർത്ഥത്തിൽ അത്. അത് നിലനിർത്താൻ വേണ്ടി അവർ കൊടുത്താണ്, CPM കൊടുത്താണ്. CPM അതിനകത്തൊരു മുന്നണി സെറ്റിൽമെന്റ് നടത്തിയാണ്, ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് ആണ് അത്. ഇപ്പോൾ ടേൺ വെച്ചുള്ളൊരു കാര്യത്തെ നമ്മൾ എപ്പോഴും ഒരു സമയത്ത് മാത്രം വെച്ചിട്ട് ഉദാഹരിക്കാൻ പാടില്ല.